ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കേരളത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്? ഒരു പാർട്ടിക്ക് നേരെ ഒരാരോപണം വന്നാൽ അതിനെങ്ങനെ പ്രതിരോധം തീർക്കണമെന്ന് CPIM കണ്ടു പഠിക്കണം കോൺഗ്രസിൻ്റെ മൊണ്ണൻ നേതാക്കന്മാർ. മനസ്സിലായ? ഇപ്പം കണ്ട ഒരു ആരോപണം വന്ന് 12 മണിക്കൂർ അത് നിലനിന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരിട്ട പോസ്റ്റ് വരെ വിഡ്രോ ചെയ്തിട്ട് കണ്ടം വഴി ഓടേണ്ടി വന്നു. മനസ്സിലായ? ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ട. ഒരുപക്ഷെ ഞാൻ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ അന്തം കമ്മികൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കും. ഇനി അത് കേട്ടിട്ട് ഞാൻ പറയുന്നത് ഫുള്ളായി കേൾക്കാതെ എന്നെ വിമർശിക്കാൻ ഇങ്ങോട്ടേക്ക് ആരും വരണം. ഞാനൊരു സത്യം റിയാലിറ്റി പറഞ്ഞേ. ഇതേപോലത്തെ ഒരു കള്ള ആരോപണങ്ങളും തന്തയില്ലാത്ത പേഡ് ന്യൂസും വെച്ചിട്ടാണ് സ്വന്തം പാർട്ടിക്കകത്തുള്ള ചില നേതാക്കന്മാർ രാഹുലും ആ കൂട്ടത്തിനെതിരെ വേട്ടയാടിയത്. മനസ്സിലാക്കണം നിങ്ങൾ. എങ്ങനെ ഇതിന് തന്തയില്ല ആ വന്ന വീഡിയോ മറ്റേ വോയിസ് മെസ്സേജിൽ. അതൊന്ന്. രണ്ടാമത്, ഒരു പരാതിയോ ഒരു എന്താ പറയുക ഒരു പരാതിയോ ഒരു കേസോ എവിടെയോ ഇല്ല. ആരോ എവിടുന്നോ വഴിന്ന് വിളിച്ച് പറഞ്ഞതും കേട്ട് പൊക്കിപ്പിടിച്ചു വന്നിട്ട് എതിരാളികൾ പറഞ്ഞ അതേ കാര്യത്തിലേക്ക് തന്നെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന വിധത്തിൽ നമ്മുടെ നേതാക്കന്മാർ മത്സരിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തി. അതേ എങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ KSUവിൽ പ്രവർത്തിക്കുക, ഇവൻ ഇപ്പം രാജിവെക്കണം, ഇത് ലോകത്താദ്യമായിട്ട് നടന്നതാണ്, ഇതുവരെ ആർക്കും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല, ഇത് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നേതാക്കന്മാർ തന്നെ ഇവിടെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ട് അല്ലേ നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ? എന്നിട്ട് ഇപ്പം കുറേ അത് സത്യം തെളിയിച്ച് നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് വന്നാൽ നമുക്ക് പരിഗണിക്കാന്ന് ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഏടുന്നായി നിരപരാധിത്വം തെളിയിക്കേണ്ട കേസുണ്ടാ? കേസ് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. ആരെങ്കിലും പരാതിക്കാരിയുണ്ടോ? അതും ഇല്ലല്ലോ. പിന്നെ എന്നാ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? ഇനി പുറത്താക്കിയ ബമ്പം തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ട് കോൺഗ്രസിനെ രക്ഷിക്കുക. മനസ്സിലായ? അതാ ചെയ്യേണ്ടത്. ഇനി രാഹുൽ മാക്കൂട്ടത്തിലോട് നിയമസഭക്കകത്ത് പങ്കെടുക്കാൻ പറയാ. പിണറായി വിജയന്റെ കൊള്ളരുതായ്മയും കെടുതിയും ചോദ്യം ചെയ്യട്ടെ. ഒപ്പം തന്നെ മണ്ഡലത്തിൽ പോവുക, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പിന്നെ പ്രവർത്തിക്കാൻ പറയാം. ഇതൊക്കെയാ ചെയ്യേണ്ടത് കേട്ടാ. ഇതിനകത്തൊരു കഴമ്പൂലൊരു പരാതിക്കാരിയോ ആരും ഇല്ലല്ലോ. പിന്നെന്തിനാ അവനെ പുറത്തു നിർത്തേണ്ട ആവശ്യം? അതൊന്ന്. പിന്നെ രണ്ടാമത്, കുറേ എണ്ണം ഇപ്പം വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള കുറേ എണ്ണം. ഇപ്പം ഇന്നൊരു പോസ്റ്റ് കണ്ട് ഏതൊരു നീതു കീതു എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഏതോ ഒരു ഏതോ ഒരു കുടാണ്ടർ സ്ഥാനത്ത് ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ആരറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ എണ്ണം നേതാവായി ചമയാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇങ്ങനെ ഈ സതീശന്റെ ഇതിൽ പോയി പിന്തുണച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂട്ടത്തിലുള്ളവന്റെ കുതികാല് വെട്ടിയാലും ശരി നമുക്കതൊന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിക്കളിയാ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലെന്നും മറ്റു കുറേ എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ അതിലേതോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നീതു മറ്റേ പിഷാരടി ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ തന്നെ. പിന്നെ രാഹുലിന്റെ ആരോപണത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ പിഷാരടി വളരെ ക്ലിയർ ആയിട്ട് അക്ഷരശുദ്ധിയോടുകൂടി തന്നെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ആ മറുപടി പറഞ്ഞു. അപ്പൊ ആ മറുപടി പറഞ്ഞതിന്റെ പേരിൽ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വനിതാ നേതാവിന് എന്തോ അങ്ങ് പൊട്ടിപ്പോയില്ല. ഞാൻ ചിരിച്ച് മണ്ണ് തുപ്പിപ്പോയി. എന്നിട്ട് അവള് മറ്റേ ഫേസ്ബുക്കിൽ കുറിച്ചത് സഹപ്രവർത്തകയായ നമുക്കിപ്പം കേരളത്തിലേക്കൂടി തലകുനിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തി. ഇവളോട് ആരാ പറഞ്ഞത് തലകുനിച്ച് നടക്കാൻ വേണ്ടി? പറ്റൂലെങ്കിൽ ഇറങ്ങിപ്പോട്, ഇന്നിപ്പം അല്ലെങ്കിൽ പിടിച്ചു വെച്ചാ നീ ഇല്ലെങ്കിൽ 10 വേറെ വരും, അത്ര തന്നെ. പിന്നെ പിഷാരടിക്ക് ക്ലാസ് എടുക്കാൻ നീ ആരാ? പിഷാരടി പറഞ്ഞത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്താണോ അനുശാസിക്കുന്ന ആ കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്താ പിഷാരടി പറഞ്ഞത്? രാഹുലിനെ ഇപ്പം നമ്മൾ എതിർക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാ എതിർക്കേണ്ട? എവിടെയെങ്കിലും പരാതിയുണ്ടോ? എവിടെയെങ്കിലും മറ്റേതെങ്കിലും കേസ് FIR ഇട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊന്നുമില്ലല്ലോ. ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ ഒട്ടനവധി നേതാക്കന്മാർക്ക് ഇതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നീട് കാലം എന്താണ് തെളിയിച്ചത്? അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരാതിയോ ഇതോ FIR ഇടാതെ കാലത്തോളം രാഹുലിനെ തള്ളി പറയണ്ട എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ഇവള് വലിയ വന്നിട്ട് കുറെ ഫേസ്ബുക്കിൽ അങ്ങ് വലിയ ലെറ്റർ ആക്കിയിട്ട് ഇവിടെ എഴുതി അങ്ങ് ഇട്ടണ്.
അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അതിനെ ഈ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണല്ലോ. അപ്പൊ ഇതിങ്ങനെ ചികഞ്ഞ് നോക്കുമ്പോ ഇവിടെ അതിന്റെ അടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അത് നോക്കിക്കൊണ്ട് വന്നിട്ട് മാധ്യമങ്ങൾ അങ്ങ് കൊടുത്തിതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങ് ഉണ്ടാക്കി കളഞ്ഞു. എന്തുണ്ടാക്കുക? ഇവളെയൊക്കെ ആർക്കറിയാം? എന്നിട്ട് ഇവിടെ അതിനകത്ത് ഞങ്ങൾ സഹപ്രവർത്തകർക്ക് എത്ര ത്യാഗങ്ങൾ വേദനകൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് വേദനയാണ് ഇവരൊക്കെ സഹിച്ചത് അറിയില്ല. എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി ഈ പാർട്ടി? ഇത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവിന് എന്തെങ്കിലും ആകുമ്പോ ഓന്റെ കുതികാല് വെട്ടിട്ട് സ്ഥാനെങ്കിലും ഇങ്ങനെ നട്ടിയെടുക്കാന്നുള്ള ചിന്തയിലേക്ക് നടക്കുന്ന ഇവളെ പോലത്തെ പാർട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഇത് എവിടെയാ രക്ഷപ്പെടേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വല്ല പരാതിയോ പരിഭവമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പറയാം. ക്രൈംബ്രാഞ്ച് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ച് പരമാവധി ശ്രമിച്ചു നോക്കി, എന്നിട്ടും ഒരു പരാതിക്കാരി ആരുമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് പബ്ലിക്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഉടനെ കൊടുത്തോ, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് അല്ലെങ്കിൽ ഭരണകൂടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും സ്റ്റേറ്റ്മെന്റ് കൊടുത്ത്. എന്നിട്ടും കേരളത്തിലെ ബുദ്ധിയുള്ള വിവരവുമുള്ള ഒരു സ്ത്രീകളും അതൊക്കെ അർഹിക്കുന്ന അതൊക്കെ പൂച്ചത്തോടെ പിടിച്ചങ്ങ് തള്ളി, മനസ്സിലായ? എന്നിട്ട് അത് നോക്കി പിടിച്ചാ ഇപ്പൊ ഇവള് വന്നിട്ട് ഇല്ല അങ്ങ് രാഷ്ട്രീയ അവലോകനം അങ്ങ് ചെയ്യാൻ നിൽക്കുന്നു. ഇതിനെയൊക്കെ ഉടനെ പുറത്ത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ തന്നെ ഇവർ അതൊക്കെ സ്ഥാനമൊക്കെ കളഞ്ഞ് പുറത്ത് വീഴണോ? മനസ്സിലായി? ഇതിനെ പുറത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യൂത്ത് കോൺഗ്രസ് എവിടെ എത്തത്തില്ല. ഉളുപ്പ് വേണ്ടി ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിന് ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് വിത്ത് എവിഡൻസ് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓക്കെ ശരി, ആ പരാതി എങ്ങും വെച്ചിട്ട് നമുക്ക് പറയാം. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ഏതൊരു സിനിമാ നടിയാണല്ലോ ഇത് ഫസ്റ്റായിട്ട് ആരോപണം കൊണ്ടുവരുന്നത്. ആ സ്ത്രീ കൊടുത്ത് എന്നെ ചാറ്റ് ചെയ്ത് ആ ചാറ്റ് എന്ന് കൊടുത്ത് ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് ക്രൈംബ്രാഞ്ച് അത് വായിച്ചിട്ട് ഇപ്പൊക്കെ തൂപ്പിയാടിയത് ഇതിന് കേസെടുക്കാന്ന് കഴിച്ചു. ഇതിനകത്ത് അൺപാർലമെന്റ് ഒരു വാക്കുമില്ല, അതിനകത്ത് ഒന്നുമില്ല. അപ്പൊ അത് FIR ഇടാൻ കഴിയില്ല. കിട്ടിക്കഴിഞ്ഞാലും അത് നിലനിൽക്കത്തില്ല എന്ന് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചാ പറയുന്നത്. ക്രൈംബ്രാഞ്ച് മനസ്സിലായ? എന്നിട്ട് ഇവറ്റകൾക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പം ചോദിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാർ അവർക്കും ബോധ്യപ്പെട്ട് എന്തൊക്കെ പറഞ്ഞാൽ CPM-ന് ഇന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിന്റെ ഗോവിന്ദൻ മാഷ എന്താ പറഞ്ഞത്? ഞങ്ങൾ തടയത്തില്ല രാഹുലിനെ പാലക്കാട് അവർ തടയുമെന്ന് ആദ്യം ചോട്ടാ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിന്റെ കൃത്യമായിട്ടുള്ള ഇത് വന്ന് തടയൂല. കാരണം അവർക്കും അറിയാം ഇതിനകത്തൊരു കഴമ്പും കാമ്പൊന്നും ഇല്ലെന്ന് അവർക്കറിയാം. അവർ പോലും വിഡ്രോ ചെയ്ത്. എന്നിട്ട് ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവറ്റകൾ ഇപ്പോഴും ഇങ്ങനെ രാഹുലി അതവിടെ പാർട്ടിക്കും ദോഷമുണ്ടാക്കും, പാർട്ടിക്ക് മറ്റതുണ്ടാക്കും പറഞ്ഞ് നടക്കുക ഈ വർഗങ്ങൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒരു നിരപരാധിയാണ്. കാലം ഇതിന് മറുപടി നിങ്ങളോട് ചോദിക്കും. ഇനി ജനങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥ ചോദിച്ചിട്ടില്ലെങ്കിലും കേട്ടാ. പിന്നെ എന്നിട്ട് ഇവള് വന്നിട്ട് പിശാരടിക്കും രാഹുലും ആ കൂട്ടത്തിന് ക്ലാസ് എടുക്കുക. ഇവൾക്ക് തലകൊടിക്കേണ്ടി വന്നു പോലെ. ഇതാരാ എന്നോട് ഇത്രയും കഷ്ടപ്പെട്ട് കുനിച്ചിട്ടൊക്കെ നിൽക്കാൻ പറയുന്നു? ഇത് വലിയ പ്രസ്ഥാന. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, അതിന് തർക്കമൊന്നുമില്ല. പിന്നെ ആരൊക്കെ പറഞ്ഞു അവൻ കുറ്റം തെളിയിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് വരട്ടെ. എന്ത് നിരപരാധിത്വം തെളിയിക്കലും ഞാൻ പറയില്ല. എവിടുന്ന നിരാധിത്വം തെളിയിക്കണ്ടേ? എന്തെങ്കിലും കേസുണ്ടാ, പരാതി ഉണ്ടാ, FIR ഇട്ടിട്ടുണ്ടാ? പിന്നെ നടുറോഡിൽ നിന്നിട്ട് എന്താ പറയണത്? ഞാൻ നിരപരാധിയാണ് എന്ന് അറിയാവുണ്ട് മൈക്ക് കെട്ടിയിട്ട്. തലക്കകത്ത് ഇവറ്റകളെ തലക്കകത്ത് എനിക്കൊരു പിടുത്തം കൂടി. ഇവറ്റകളെ തലക്കകത്ത് എന്താന്ന് ചോറൊന്നുമല്ല ഇവറ്റകളൊന്നും ഭക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മനസാക്ഷിയുള്ള രാഷ്ട്രീയത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇപ്പൊ രാഹുലിനൊപ്പ. കാരണം പാർട്ടിക്ക് അപ്പുറത്തേക്ക് മാനുഷിക പരിഗണന മുന്നിൽ വെച്ചുകൊണ്ടാ അവരൊക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തത്. വെറും കോൺഗ്രസ്സുകാരൊന്നുമല്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ കിഴങ്ങന്മാർക്ക് വേണ്ടേ? വേണ്ടേ? ഇത്ര മാത്രം രാഹുൽ സപ്പോർട്ട് ചെയ്തിട്ടും ഈ നിലപാട് സ്വീകരിക്കുന്നവരെയൊക്കെ വൾഗറായിട്ടുള്ള കമന്റ്സ് കൊണ്ടും വോയിസിലെ കൂടിയും ജനങ്ങൾ മുഖം വെച്ചിട്ടും ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോ അതൊന്നും ഞങ്ങളെ ബാധിക്കൂല. നിങ്ങളെ ബാധിക്കൂല, ശരി തന്നെ. പക്ഷെ പ്രസ്ഥാനത്തെ ബാധിക്കും. അത് വിഷയമാണ്. കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്, അത് ഈ ഐഡിയോളജിനെ ബാധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. എന്നിട്ട് നിലപാട് തിരുത്തേണ്ട ആര് ഈഗോയുടെ പ്രശ്നം? ഇവിടെ പ്രസ്ഥാനമാണ് വലുതെങ്കിലാ പറയുന്നത്. ഇനി അതല്ല, നിങ്ങളെ വ്യക്തിത്വമാണ്, ഞങ്ങൾ വലിയ വമ്പന്മാരാണ്, ഈ പാർട്ടിനെ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങ് വലിയ എന്തൊക്കെ ആകെ കളയണം, ഞാനെന്തോ സംഭവമാണ് അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ വൈത്തർക്കം ഞങ്ങൾ പറയുന്നില്ല.
അല്ലാതെ രാഹുല് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് പരാതിയില്ലല്ലോ. പിന്നെ എവിടുന്നോ കിട്ടിയത് ഇന്ന് ശ്രീകണ്ഠൻ ചോദിച്ചതുപോലെ നിങ്ങൾ എന്തായാലും ഐഡന്റിഫൈ ചെയ്തോ? നിങ്ങൾ ആരും പറയുന്നത് അങ്ങനെ എന്തൊക്കെയായി ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പം ഇത് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന് വിത്ത് എവിടെന്താ ബോയ്സിന്റെ കാര്യത്തിലാണ് ഇവരെ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലി ഇങ്ങനെ ആടുന്നത്, ഇങ്ങനെ ആടുക ഊഞ്ഞാലി. ബോയ്സിനെന്താ മനസ്റ്റത്തിന് കച്ചവെട്ടൂടെ, കുറെ അന്തം മനസ്റ്റത്തിന് കച്ചവെട്ടൂടെ, സൗകര്യമില്ല. സൗകര്യയിലെ കച്ചു കൊടുക്കാൻ വേണ്ടി അത് അതൊക്കെ ഓരോരോ വ്യക്തി കാര്യങ്ങളല്ലേ. നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുപോവാ എന്നിട്ട് പരാതി കൊടുപ്പിക്കുക. നിങ്ങൾ ഈ മൊട്ടന്റെ വൃത്തികെട്ട ഒരു ചാനലില്ലേ, ഒരു സെക്സിനെ വെല്ലുന്ന പണത്തിനെ വെല്ലുന്ന വിധത്തിൽ നാറ്റക്കേസ് ഒരു ഫാമിലിക്ക് ആ ചാനൽ ഓപ്പൺ തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരു മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ, കുടുംബത്തിന് അച്ഛനും അമ്മയും മകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ ചാനൽ എങ്ങാനും അബദ്ധവശാൽ അത് ചാനൽ വെച്ച് പോയിട്ടുണ്ടെങ്കിലേ തലകുണിക്കേണ്ടി ഒരു മക്കളെ മുമ്പിൽ രക്ഷിതാക്കന്മാർക്ക്. അത്ര വൃത്തികെട്ട അത്ര സെക്സിനെ വെല്ലുന്ന വിധത്തിലുള്ള നാണം കെട്ട വർത്താനായി പറയാം. ആ നാറികളല്ലേ പറഞ്ഞയച്ചത്. 16 വയസ്സ് മുതൽ അങ്ങ് 60 വയസ്സായവരെ സ്ത്രീകളുണ്ട്. ഇല്ലേ, പറഞ്ഞിട്ടില്ലേ അവനെ? എന്നിട്ട് ഏർത്തു 16 തൊട്ട് 60 വരെയുള്ളവരൊക്കെ ഇവന്റെയൊക്കെ അനുഭവം വിളിച്ച് പറഞ്ഞതാ. ഇവനൊക്കെ ആ പരിപാടിക്ക് പോയിട്ടുണ്ടാവും. 16 തൊട്ട് 60 വയസ്സ് വരെയുള്ളവരുടെ പറകല് ഈ പറഞ്ഞവൻ, ഈ അവതാരകം പോയിട്ടുണ്ടാവും. അതാ വെച്ച് പറഞ്ഞത് രാഹുലിന്റെ പേരിൽ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവും പരാതിയും കാണുന്നില്ല. പിന്നെ ഇവനെന്താ പറഞ്ഞത്? ഹതഗർഭം എന്താ ചിത്രം നടത്തിയ അങ്ങ് ബാംഗ്ലൂരിൽ പോയിട്ട് ഇതാ അപ്പൊ ഉണ്ടാക്കി കളഞ്ഞു, ഇതാ ക്രൈംബ്രാഞ്ചിന് കിട്ടി, ഇതാ ഹോസ്പിറ്റൽ അങ്ങ് എടുത്തങ്ങ് വെച്ച് കൊടുത്ത് പോകുമ്പോഴേക്ക് ഇവനൊക്കെ ഏത് ലോകത്തിരുന്നിട്ടാണ് ഈ മൊട്ടയല്ലോ? എന്ത് ഡോക്ടർ ഇവർക്ക് ആര് ഡോക്ടറേറ്റ് പദവി കൊടുത്തത്? ഈ നാണം കെട്ടവനിക്കൊക്കെ ഒരു വിദ്യാഭ്യാസം ഉള്ള ചെറിയ LKG UKG പഠിക്കുന്ന കൊച്ചുങ്ങളോട് പോയി ചോദിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പെട്ടെന്നുണ്ടായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രതിയും ഇല്ല, പരാതിക്കാരും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റിന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ഡോക്യുമെന്റ് ചോദിച്ചാൽ അത് കൊടുക്കുവോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ? മൊട്ട നാണം കെട്ടവനെ കൊടുക്കുവോ? നീ അങ്ങനെയും കൊടുത്തില്ലേ, വാർത്ത കൊടുത്തില്ലേ? പിന്നെ അത് ഫ്ലോപ്പായതിനു ശേഷം പിന്നെന്താ നീ പറഞ്ഞത്? ഏതോ ഒരുത്തൻ വിദേശത്ത് നിന്ന് ഗുളിക കൊണ്ടുവന്നങ്ങ് കൊടുത്തു പോലും, എന്നിട്ടങ്ങ് അശാസ്ത്രീയമായിട്ട് അങ്ങ് ഉണ്ടാക്കി കളഞ്ഞെന്നാ പറഞ്ഞത്. അതെങ്ങനെയാ അശാസ്ത്രീയമായിട്ട്? അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് തന്നെ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം അവർ വാങ്ങിച്ചിട്ട് കുടിച്ചതായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല, എന്നാൽ നിന്റെ കഥകൾക്കനുസരിച്ചിട്ടുള്ള പറഞ്ഞ ഉണ്ടാവോ? അങ്ങനെ ചെയ്യണ്ടേ? അതുണ്ടോ? അതും ഇല്ലല്ലോ, അതും ഫ്ലോപ്പായി. പിന്നെന്താ വേറെന്താ പറഞ്ഞത്? അതും അങ്ങനെ ഇല്ലാന്ന് കണ്ടപ്പോ പിന്നെ വേറെന്താ പറയാ? പിന്നെ ഏതോ ഒരു സ്ത്രീ പോയിട്ട് അങ്ങ് കണ്ടുപോലും ഭയങ്കര കോമയിലാണ്, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കഴിയില്ല, വിറച്ചിട്ട് നിൽക്കുകയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെയാ പറയുന്നത്. അതും ഫ്ലോപ്പായി. പിന്നെ പറഞ്ഞ് ഏതോ IAS കാരിയെ അങ്ങ് ഉണ്ടാക്കി കളഞ്ഞെന്ന് പറഞ്ഞു. ഏത് IAS കാരിയെ? ആര് എവിടെ ഉണ്ടാക്കിയത്? ഇങ്ങനെ വൃത്തികെട്ട എന്താ പറയാ, സമൂഹത്തിന് എന്താ പറയാ തല താഴ്ത്തേണ്ട വിധത്തിലുള്ള ന്യൂസുകളല്ലേ ഈ ചെറ്റ മാധ്യമം കൊടുത്തത് അല്ലേ? ഉളുപ്പ് കെട്ടവൻ, നാണം കെട്ടവൻ. എന്നിട്ട് ഇന്ന് അതേ ചാനലിൽ CPMന്റെ ഒരു നേതാവിന് ഒരു ആരോപണം വന്നപ്പോ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കൊച്ചുമക്കളുണ്ട്, അമ്മയുണ്ട്. ഇതൊന്നും ഇല്ലാതെയല്ലേ രാഹുൽ മാക്കൂട്ടത്തില്? ഭൂമിന്റെ അടിയിൽ നിങ്ങൾ പൊന്തി വന്നതല്ലേ, അല്ല ആകാശത്ത് നിങ്ങൾ കുത്തനെ ഇറങ്ങിയതല്ലേ? നാണം കെട്ടവനെ അല്ലേ? മറ്റുള്ളവരെ എനിക്ക് ആക്ഷേപിക്കുമ്പോ കുറെ ഊള ചാനലുകൾ എന്നിട്ട് പറയും ജനാധിപത്യത്തിന്റെ 4ാം തൂണ പോലും തേങ്ങാ കൊല. നിങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഈ ജനാധിപത്യം വിജയിച്ച്. ഈ നാണം കെട്ടുന്ന ചർച്ചകൾ ഇല്ലെങ്കിൽ തന്നെ, മനസ്സിലായ? പക്ഷെ ഇതെല്ലാം ഇത് കേട്ടിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ എങ്ങനെ അവരെ പക്ഷം പിടിക്കുന്ന തരത്തിൽ കുറെ അങ്ങ് ഉണ്ടാക്കി കളിയാ. എന്നാൽ ഇതുവരെ കഴിഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം പരാതിയൊന്നുമില്ലല്ലോ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏകദേശം ബന്ധായല്ലോ, ഒരു എവിഡൻസും എവിടെയും കിട്ടിയില്ലല്ലോ. ഇനി എന്താ തിരിച്ചെടുത്തൂടെ? എന്താ അവൻ ചെയ്തത്? തെറ്റി പറ. എന്നിട്ട് കുറെ കൂതികാല് വെട്ടത് ഇപ്പല്ലേ മനസ്സിലായി ഓരോന്നിന്റെ ഉള്ളിനകത്തിന് സ്വന്തം ഒരു കൂട്ടത്തിലുള്ളവനിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഓരോ നിലത്ത് വീണെന്ന് അമർത്തിച്ചവിടെ എതിരാളികളല്ല കൂടെ നിൽക്കുന്നവന്.
ഇപ്പൊ നമ്മളെയൊക്കെ കൂടെ കുറെ ആളുണ്ട് വിശ്വസിച്ച് നമ്മളെ കൂടെ വരുന്നത്. എന്ത് തെറ്റവർ ചെയ്താലും അവരെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവൻ അല്ലെങ്കിൽ നമ്മളൊക്കെ ശവത്തിന്റെ മേലിൽ ചവിട്ടിയിട്ടായിരിക്കും നമ്മളെ കൂടെ നിൽക്കുന്നവനെ തൊടാൻ പറ്റൂ. അങ്ങനെ ഇത് എടുക്കുന്നവനാ കൂടെ നിൽക്കുന്നവനെ എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങൾ കുതികാലുവട്ടത്തിൽ ചതിക്കത്തില്ല. അതൊന്നും പറയാ എന്നതുപോലെ ആയിരിക്കണം. മനസ്സിലായ? എനിക്കിപ്പോ ഈ വിഷയത്തിനകത്ത് CPM-നോടോ BJP-യോടോ വലിയ വിയോജിപ്പൊന്നുമില്ല. കാരണം അവരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർത്താൻ വേണ്ടി അവർ ഒരു പിന്നെ ഓപ്പോസിഷൻ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരത് വേണ്ട പോലെ ഉപയോഗിക്കും. അത് ചെയ്യട്ടെ. പക്ഷേ സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഈ വിഡ്ഢികൾ, ഈ പമ്പര വിഡ്ഢികൾ എന്ന് ഞാൻ പറയും. കാരണം ഒരു തെളിവില്ലാതെ ഫൈക്ക് ന്യൂസ്, തന്തയില്ലാത്ത ന്യൂസ് അല്ലേ വന്നത് അല്ലേ? ഇതുവരെ അതിന്റെ തന്തയെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഏതൊക്കെ അന്വേഷണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് അടക്കം ഇല്ലേ പരാതി പോലും ഇല്ലാതെ സ്വമേധയാ കേസ് എടുത്തിട്ട് ഇല്ലേ? അതും സ്റ്റേറ്റിനകത്തുള്ള ഏറ്റവും വലിയ കുറ്റാന്വേഷണ വിഭാഗമായി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ കൊടുത്തില്ലേ? എന്നിട്ട് പോലും ഒരു പരാതി, അതും പോട്ടെ, നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളുടെ അടുത്ത് പോയി ചോദിച്ചില്ലേ പരാതിയുണ്ടോ ചോദിച്ചില്ലേ? ആരെങ്കിലും കൊടുത്തോ? അതും പോട്ടെ, അതും പരാജയപ്പെട്ടപ്പോ CPI-ന്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശാനുഭവം ഇതൊന്ന് പറഞ്ഞു കിട്ടണോ? എന്നിട്ട് അതിനെ പിടിച്ച് ഊഞ്ഞാലാടണം. എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞ ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിനകത്തുണ്ട്. കോൺഗ്രസിന്റെ യുവാക്കൾ മുഴുവനായിട്ട് അവർ ഓഫീസിൽ പോയിട്ട് ഒരു നിവേദനം കൊടുക്കണം. മനസ്സിലായ? ഈ രാഹുലിനെ തിരിച്ചെടുക്കണം, രാഹുൽ ഒരു ക്രൈം ചെയ്തിട്ടില്ല എന്നും ഇതൊക്കെ ഇവറ്റകളുള്ള കുതികാലി വെട്ടലാന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിയിട്ട് ഞാനൊരു ഇംഗ്ലീഷിൽ വേണ്ടിയെങ്കിൽ എൻ്റെ അടുത്തൊരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ മെസ്സഞ്ചറിൽ ഞാൻ അങ്ങോട്ട് അയച്ചിട്ട് അതൊന്ന് രാഹുൽജിക്ക് ഫോർവേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രിയങ്കാജിക്ക് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് സ്ത്രീകൾ പറയുന്നതാ, ഞങ്ങൾ പറയുന്നതാ, സ്ത്രീകൾ പറഞ്ഞതാ. അതങ്ങ് ഫോർവേഡ് ചെയ്താൽ അപ്പം മനസ്സിലാവും എന്താ ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ. മനസ്സിലായ? അല്ലാതെ ഇവറ്റകളെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ അത് അത്ഭുതപ്പെട്ടു പോയേ. CPM-ന് നേരെ ഇല്ലാതൊരു അലിഗേഷൻ ആയിരിക്കാം. 12 മണിക്കൂർ അതിനെ എന്താ പറയുക ആയുസ് ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേക്ക് ആ പാർട്ടി ഒറ്റക്കെട്ടായി വന്നു അതിനെ പ്രതിരോധം തീർത്ത്. അതാണ് പാർട്ടി ഫോം. അതുകൊണ്ട് നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. ഇതല്ല, ഇതൊരു ന്യൂസ്, ഒരു വീഡിയോ ക്ലിപ്പ് എവിടുന്നോ കിട്ടി. ആദ്യം പറയുന്നത് ഒരു സ്ത്രീ വന്നിട്ട്, ഒരു പെണ്ണ് വന്നിട്ട് യുവനടിയെന്നൊക്കെ പറഞ്ഞ അതിന്റെ ഫോട്ടോയും വീഡിയോസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ വന്നിട്ട് മോശമായിട്ട് എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഞാൻ നന്നാക്കാൻ വേണ്ടി മന്നതാ, പക്ഷെ എനിക്ക് മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയുമ്പോഴേക്ക് ചാടി അങ്ങ് ഇറങ്ങി. ഇതാ ചരിത്രത്തിൽ ഗിന്നസ് ബുക്കിലേക്ക് കോൺഗ്രസിന്റെ അങ്ങ് പേര് ഞങ്ങളിതാ എഴുതി ചേർത്തക്കപ്പെടുന്നു, ഞങ്ങൾ അവനെ പുറത്താക്കി, നാളെ ഗിന്നസ് ബുക്കിൽ അത് റെക്കോർഡ് ഇട്ടിട്ട് ലോകം അതിനെ വാഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? വിഡ്ഢിത്തത്തിന്റെ കൂശ്മാണ്ടന്മാർ. എന്നിട്ട് പുറത്താക്കി ആ പെണ്ണിന്റെ വാക്കും കേട്ടിട്ട്. എന്നിട്ട് അതേ പെണ്ണിനോട് ഇതേ ക്രൈംബ്രാഞ്ച് പോയിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു. എന്നിട്ടും പരാതിയില്ല. മനസ്സിലായ? ഇനി എന്താ നിന്നെ ചാറ്റ് ചെയ്ത് ആ ചാറ്റ് ഇങ്ങോട്ട് ഫോളോ ചെയ്ത് അത് കൊടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞ് എടുത്ത് പൊക്കോ, ആ വഴിക്ക് പോ എന്ന് പറഞ്ഞ്. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞ് എന്താന്നുള്ള അവസ്ഥകൾ. തുടക്കം മുതൽ ഞാൻ ഇതിന്റെ പിറകിൽ നിന്നതാ. കാരണം ഇതിന്റെ മുമ്പ് ഞങ്ങൾ പല നേതാക്കന്മാരെയും ഈ സ്ത്രീകളെ വെച്ചിട്ട് വേട്ടയാടിയിട്ടുണ്ട്. അന്നും പിന്നിൽ നിന്ന് കുത്തിയത് ഞങ്ങളെ പാർട്ടിക്കാറില്ല. അത് വിഷയം വേറെ. ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ സരിത വന്ന് ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി നോക്കിയതൊക്കെ ഞങ്ങളെ പല നേതാക്കന്മാരും, അതൊക്കെ പല ഫോണിലെ കൂടിയൊക്കെ പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഈ വൈഫ് തന്നെ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു പൊതുയോഗത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഞങ്ങൾ കേട്ടതല്ലേ? പറഞ്ഞിട്ടില്ലേ? അപ്പൊ പ്രശ്നം എവിടെയാ കിടക്കുന്നത്? അപ്പൊ ഞാനിപ്പോ ഇതിങ്ങനെ കൊല്ലാൻ കാരണം ഞാൻ ഇത് ടോപ്പിക് അവസാനിപ്പിച്ചത്. പക്ഷേ വീണ്ടും നിന്നും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി കുറെ കീത്തിന്റെ നേതാക്കന്മാർ എന്നിട്ട് എന്തൊക്കെയോ ഫേസ്ബുക്കിൽ ഇടുക, അത് പൊക്കി പിടിച്ചിട്ട് വലിയ മാധ്യമങ്ങളെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആളാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുത്തിക്കുറിക്കുക, അതിനെ പൊക്കി പിടിച്ചിട്ടോ. ഇന്നിപ്പോ മാധ്യമത്തിൽ കുറച്ച് എഴുതെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ മൂപ്പത്തി വിചാരിച്ചു ഇപ്പൊ ഞാനെന്തോ സംഭവമാണ് നിന്ന് കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ, നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ നീ ഒന്നുമല്ല.
മനസ്സിലായ? ഒന്നുമല്ല, ഇപ്പൊ ഇല്ലാത്തതും പോയി കിട്ടി, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താ പറയാ ഒപ്പ് ശേഖരിച്ചിട്ട് രാഹുൽ ഗാന്ധിന്റെ ഓഫീസിൽ ഞാൻ എത്തിക്കുമായിരുന്നു, പ്രിയങ്കാജിയുടെ ഓഫീസിനകത്തേക്ക് ഇത് എത്തിക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട അയാളെ പുറത്താക്കിയ പ്രശ്നം വേറെ. പക്ഷെ ഇല്ലാതെ ആരോപണങ്ങൾ, പച്ച നുണകൾ പറഞ്ഞ് പരത്തിക്കൊണ്ട് അത് പരത്തുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മനുഷ്യനാ. അദ്ദേഹത്തിനും അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അദ്ദേഹത്തിന് സമൂഹത്തിൽ ആൾക്കാരുണ്ട്, കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. അദ്ദേഹത്തിനുണ്ടാവില്ലേ മാനസികമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ? അത് പരിഗണിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ അതുപോലും പരിഗണിക്കാതെ ദിവസം ഡെയിലി വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ഉടനെ എതിരാളികൾ പറയുന്നെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷെ അവര് പോലും ഇപ്പം ഒന്നും പറയുന്നില്ല. അവരിപ്പം സമരം തന്നെ നിർത്തി. പാർട്ടി സെക്രട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഞങ്ങൾ തടയത്തില്ല. പിന്നെ ഏതെങ്കിലും ഫേസ്ബുക്കിലെ കുറച്ച് ഞങ്ങളെ കൊണ്ടുവർ സാധാരണക്കാർ അന്തം കമ്പികൾ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നത്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുണാണ്ടർ സ്ഥാനത്തിരിക്കുന്ന വലിയ കുണാണ്ടർ എന്നാലും പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങ് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ഇടുക. അവനെ ഇവരൊക്കെ എന്താ പിന്തുണച്ചോട്ടെ, പോയിക്കോട്ടെ, പാവം. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ സഹപ്രവർത്തകരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അടിയും പോലീസിന് ചവിട്ടും കുത്തും കിട്ടി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവല്ലേ, ഈ സ്റ്റേറ്റിന് വേണ്ടി, സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇല്ല, ഞങ്ങളൊക്കെ കണ്ടതല്ലേ, അദ്ദേഹത്തിന് ലാത്തി കൊണ്ടടിച്ചിട്ട് പുറമൊക്കെ നമ്മൾ കണ്ടില്ലേ. അത്തരം അനുഭവങ്ങൾ ഇന്ന് ഈ കുതറുകൂട്ടി കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തരിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമരത്തിനും വലിയ കതറൊളിയാണ്ടാ വരുത്തി. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം നിരവധി പോരാട്ടങ്ങൾ, നിരവധി സമരങ്ങൾ, പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ അതൊക്കെ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാ. അപ്പൊ അത് കഴിഞ്ഞ് അത് നിർത്തിക്കളയാ, അതിന് പിന്തുണക്കട്ടെ, പോകുന്നുണ്ടെങ്കിൽ പോവട്ടെ, വരുന്നുണ്ടെങ്കിൽ വരട്ടെ. മനുഷ്യനാണ്. ഇനി അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിച്ചു. ഇപ്പൊ ആരും ഹരിചന്ദ്രന്മാരൊന്നും ഈ ഭൂമി ലോകത്തില്ല. ഓരോരാൾക്ക് ഇപ്പൊ എനിക്ക് എന്റേതായ കുറവുണ്ടാവാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറവുണ്ടാവാം, അല്ലേ? അങ്ങനെ അതല്ല, വീണ്ടും വീണെടുത്ത് കുത്തി അങ്ങ് കടാരി ഇറക്കാൻ വേണ്ടി നോക്കുക. അതിനനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ആളാവണം എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയാ പണിയുണ്ട്, ഇല്ലേ? അങ്ങ് ആളായിക്കോ നിങ്ങൾ, നമുക്ക് അതിന് പ്രശ്നമില്ല. പക്ഷെ മറ്റൊരുത്തന്റെ പേര് ചവിട്ടിയിട്ട്, അവന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് ആളാവാൻ ശ്രമിച്ചാലേ ആ കാല് വലിച്ച് ഞങ്ങൾ ഇങ്ങ് പുറത്തിടും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്കിപ്പോ രാഹുല് ഞങ്ങളെ കാരണം എന്റെ അമ്മാവന്റെ മകനോ എന്റെ അമ്മാവനോ ഒന്നുമല്ല. ഈ പറയുന്ന മറ്റുള്ളവർ, ഞങ്ങൾക്ക് അവരൊക്കെ കോൺഗ്രസിന് വേണ്ട നേതാക്കന്മാർ തന്നെയാ. അവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്താ പറയേണ്ടത്, ഒരു ഭാവി വാഗ്ദാനങ്ങളുമാണ്. പക്ഷേ ഒരു നിരപരാധി ഇങ്ങനെ വേട്ടയാടാൻ സ്വന്തം കൂട്ടത്തിൽ നിന്നവർ മുന്നോട്ട് വന്നാൽ അതിനെ എതിർക്കാനുള്ള റൈറ്റും അവകാശവും ഞങ്ങൾക്കുണ്ട്. അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അതിലൊന്നും ഒരടി പോലും പുറകോട്ട് പോകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, കേരളത്തിലെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി പ്രിയങ്കാജിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. കോൺഗ്രസ് സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉള്ള സാധാരണ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലേ രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നു, ഇല്ലേ?